ഈ തെരഞ്ഞെടുപ്പില് ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇത്രയധികം കേരളത്തില് മതവർഗീയ ധ്രുവീകരണം ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്റെ ഓർമ്മയിലില്ല. ഏകദേശം 1984-85 മുതലെ തെരഞ്ഞെടുപ്പുകളെ അടുത്ത് നിന്ന് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, എന്റെ വളരെ സ്കൂൾ കാലഘട്ടം മുതൽ. പക്ഷെ ഇത്ര തെളിഞ്ഞ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം ഇതിനു മുമ്പ് എന്റെ ഒരു ഓർമ്മയിലൊന്നുമില്ല. അത് പ്രധാനമായും നടക്കുന്നത് ഓപ്പണായിട്ടുള്ള പ്രചരണത്തിലല്ല. അത് ഈ വീടാന്തരം കയറിയുള്ള സ്ക്വാഡ് വർക്കില്, അതായത് ഈ മർമറിംഗ് ക്യാമ്പയിൻ ഉണ്ട്, അതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് നടക്കുന്ന ഒരു കാര്യം. അതിൻ്റെ അകത്താണ് ഈ നടക്കുന്നത് മുഴുവനും. അഭിലാഷ്, അവിടെ നമുക്കത് ഓപ്പണായിട്ട് നമുക്കതിന് തെളിവുകൾ ഉണ്ടാവില്ല, പ്രതിരോധിക്കാൻ പ്രയാസമാണ്. അത് പച്ചയായിട്ട് നടക്കുന്നുണ്ട്. അവിടെ ഒരു കാര്യമുണ്ട്, ഇതൊരു യാഥാർത്ഥ്യമായിരിക്കെ, നമ്മുടെ ഈ ഇലക്ഷന്റെ പ്രചരണത്തിന്റെ യാഥാർത്ഥ്യമായിരിക്കെ അതിൻ്റെ അകത്ത് എന്തിനും BJP മാറി നിൽക്കണം എന്ന് അവരും ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞു, ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞത് എല്ലാം ശരി തന്നെയാണ് സർക്കാരിനെ പറ്റി. അതായത് ഈ സർക്കാർ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് 2021 തെരഞ്ഞെടുപ്പിനെ നമുക്കൊരു എക്സെപ്ഷൻ ആയിട്ട് എടുക്കാം. കോവിഡ് കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പാണത്. അതിന് ആ സമയത്തിന് നമുക്കൊരു പൂർണ്ണമായും ഒരു ജനാഭിലാഷമോടെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ ആന്റി ഇൻകംബൻസി ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. സർക്കാരിനെതിരെ ജനവികാരമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ആന്റി ഇൻകംബൻസിയെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി ഒരു ക്ലീൻ സ്വീപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു വലിയ വിജയത്തിലേക്കോ കൊണ്ടുപോകാനുള്ള കഴിവ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. കോൺഗ്രസിന് അതില്ല. അതിന് തക്ക കരുത്തുള്ള നേതൃത്വം കോൺഗ്രസിന് ഇല്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കോൺഗ്രസിനെ UDF-നെ വിജയിപ്പിക്കേണ്ടത് VD സതീശന്റെ മാത്രം ബാധ്യതയായി വന്നിരിക്കുകയാണ്. മാത്രം ഓരോ ഇവരുടെ പ്രതികരണങ്ങളും ബോഡി ലാംഗ്വേജും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, ഇപ്പൊ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ഇവർക്കൊക്കെ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ലഭിക്കാവുന്നതിന്റെ അതിന്റെ പീക്കിലാണ് അവർ നിൽക്കുന്നത്. മാക്സിമം കിട്ടിക്കഴിഞ്ഞു. ഇനിയും ബോണസായി ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൂടെ മാത്രമേ വേണമെങ്കിൽ കിട്ടാനുള്ളൂ. എന്നാൽ VD സതീശന്റെ കാര്യം അതല്ല. VD സതീശൻ MLA ആയിരുന്നു, കഷ്ടിച്ച് പ്രതിപക്ഷ നേതാവായി, ഒരു മന്ത്രി പോലും ആയിട്ടില്ല ജീവിതത്തിൽ ഇതുവരെ. VD സതീശന്റെ പൊളിറ്റിക്കൽ ലൈഫ് നീണ്ടു കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ നിലവിൽ നീ ഒന്നും ഉണ്ടാക്കണ്ട. ഇനിയിപ്പോ ഈ കോൺഗ്രസ് പാർട്ടി ഉണ്ടല്ലോ, ഈ പാർട്ടി കേരളത്തിൽ ഇങ്ങനെ കടലിൽ മുങ്ങിപ്പോയാലും ഈ പറഞ്ഞ KC വേണുഗോപാലിനോ രമേശ് ചെന്നിത്തലയ്ക്കോ അല്ലെങ്കിൽ K സുധാകരനോ ഒന്നും നഷ്ടപ്പെടാനില്ല. എന്നാൽ ഇവിടെ നഷ്ടപ്പെടാനുള്ളത് VD സതീശനും മാത്രമാണ്.